ഹായ്, ഞാൻ അബ്ദുൽ കലാം പാപ്പളശ്ശേരിയാണ്. ഞാനിപ്പോൾ ഉള്ളത് പാമ്പ്ര എസ്റ്റേറ്റിൽ. ഞങ്ങൾ ജനിച്ച് വളർന്ന ആ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ളത്. ഈ രണ്ട് റൂം കണ്ടോ എൻ്റെ ബേക്കിലുള്ള ഇത് 2 റൂം. ഈ 2 റൂമിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ മാറിപ്പോയി. ഇപ്പോൾ കർണാടകക്കാരായി. ഇപ്പം അതുപോലെ തന്നെ വീടിൻ്റെ ഇവിടെയൊക്കെ മുറ്റത്ത് കംപ്ലീറ്റ് ഒരു കാപ്പി വെച്ച് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഒരു എനർജി ഉണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മൾ ആ ഒരു ജനിച്ച് വളർന്ന അല്ലെങ്കിൽ നമ്മൾ കുറേ താമസിച്ച ആ റൂമിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഭയങ്കര ഫീലാണ്. ഒക്കെ കുറേ മാറ്റം വന്നു കേട്ടോ. അവിടെ ഫുള്ള് ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ്. എൻ്റെ അടുക്കള വശമാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെയൊക്കെ ഒരു കാലത്ത് ഒരു ജീവിതം ഒരു പ്രത്യേകത തന്നെയായിരുന്നു. ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന റൂം. ഇപ്പോൾ ഒക്കെ കർണാടകക്കാരായി ഇതിലൊക്കെ. അതുപോലെ കുറേ ആളുകൾ താമസിച്ചിരുന്നൊരു വാടി തന്നെയാണിത്. ഇതൊക്കെ കുറേ മാറ്റങ്ങൾ വന്നുപോയി. ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഈ നിരന്ന സ്ഥലം കണ്ടോ, ഇവിടെ ഇരുന്നിട്ടാണ് പണ്ട് ട്രൗസർ ഇട്ട് ഇങ്ങനെ ഞെരങ്ങിയിരുന്നത്. ട്രൗസറിൻ്റെ മൂടൊക്കെ കീറിപ്പോവും, എന്നാലും മണലിട്ടിട്ട് ഇതുമൊന്നിങ്ങനെ ഞെരങ്ങി താഴോട്ട് പോലായിരുന്നു പരിപാടി. ഇതാണ് ഞങ്ങൾ ആണുങ്ങൾ കുളിക്കുന്ന കുണ്ടെന്നാണ് പറയുക. കാരണം നമ്മൾ ആണുങ്ങളൊക്കെ ഇവിടെ വന്നിട്ടായിരുന്നു കുളിച്ചിരുന്നത്, ഈ എസ്റ്റേറ്റിൽ താമസിക്കുന്ന ആളുകൾ. പക്ഷെ ഇവിടെയൊക്കെ കുറേ മാറ്റം വന്നു കേട്ടോ. ഉണ്ടോ, ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ ഫോറസ്റ്റൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു കാണുന്നുണ്ട്. അന്നൊക്കെ ഭയങ്കര കാടായിട്ടുള്ളതായിരുന്നു. അപ്പം ഫുള്ള് തെളിഞ്ഞു പോയി. ഇവിടുന്ന് അങ്ങോട്ട് നല്ല തെളിച്ചം കാണുന്നുണ്ട്. എന്നൊക്കെ ഭയങ്കര കാടായിരുന്നു ഇതൊക്കെ. ഇവിടെയൊക്കെ ഞങ്ങൾ കുളിച്ചിരുന്ന ഒരു പ്രദേശം. എന്താ പറയുക, ഇവിടെ വന്ന് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു അവസ്ഥയാണ്. കാരണം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പ്രദേശമാണിത്. ഇനി അവിടെ ഒരു കിണർ കാണുന്നുണ്ട് കേട്ടോ, ഞാനത് കാണിച്ചു തരാം. എനിക്ക് ഓർമ്മ വെച്ച കാലത്തുള്ളൊരു കിണറത്. എന്താണെന്നറിയില്ല, ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ ഈ ഒരു കിണർ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കിണറാന്ന് തോന്നുന്നുണ്ട്. അത്ര പഴക്കമുള്ളൊരു സാധനം അതൊക്കെ. ഇവിടെയൊക്കെ ജീവിച്ചത് ഒരിക്കലും നമുക്ക് എന്താ പറയുക, നമ്മളെ ജീവിതത്തിൽ നിന്ന് മറക്കാൻ കഴിയാത്തൊരു അനുഭവമുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ജീവിതത്തിലൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാറകളാണ് ഇതൊക്കെ. ഈ ഒരു പാറപ്പുറത്തൊക്കെ ഞങ്ങൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് തോർത്തുകൊണ്ട് മീൻ പിടിക്കും. നമ്മളെ ചെമ്മീനൊക്കെയാണ് കൂടുതൽ കിട്ടുക. എന്നിട്ട് അതിനെ പിടിച്ചിട്ട് നമ്മൾ ഇവിടെ തന്നെ വെച്ച് ചുട്ട് തിന്നും. അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടിയൊക്കെ ആയിട്ട് ജീവിച്ചു പോയതത്. അതുപോലെ ഈ വഴിയിലൂടെയൊക്കെ വണ്ടി ഉരുട്ടിയിട്ട് കുറേ പോയിട്ടുണ്ട്. കടയിലേക്കൊക്കെ പോകാൻ പറഞ്ഞാൽ നമ്മൾ വണ്ടി എന്ന് പറയുമ്പോൾ എങ്ങനത്തെ വണ്ടിയാണെന്നറിയോ, നമ്മളിങ്ങനെ ഒരു കോല് കൊണ്ട് ഉരുട്ടിക്കൊണ്ടുപോകുന്ന വണ്ടി ഉണ്ടല്ലോ. നമ്മളുടെയൊക്കെ എന്താ പറയുക, ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ജീവിച്ചു പോയ പ്രദേശം അതൊക്കെ. ഇങ്ങോട്ട് വരുമ്പോൾ ബാക്കി എവിടെയും പോകാത്തൊരു ഫീലുണ്ട് ഈ ഒരു പ്രദേശത്തേക്ക് വരുമ്പോൾ. ഇതിനാണ് ഞങ്ങൾ വെള്ളച്ചാട്ടം കൊണ്ട് എന്ന് പറയാം. കാരണം ഇവിടുത്തെ ഏറ്റവും ഇച്ചിരി കൂടുതൽ വെള്ളം ചാടുന്നൊരു പ്രദേശമാണ്. വെള്ളച്ചാട്ടം കൊണ്ട് എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും, അവിടെ കണ്ടോ, അതാണ് ഇവിടുത്തെ പഴയ ഹോസ്പിറ്റൽ. ഇതൊക്കെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കേട്ടോ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ നിർമ്മിച്ച ഹോസ്പിറ്റലാണത്. അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്, ഒരു കേടും കൂടാതെ. ഒഴിഞ്ഞ സ്ഥലത്തൊരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയൊക്കെ ഇപ്പോൾ പൊളിച്ചു മാറ്റി. ആ പള്ളിയിലേക്ക് കയറിപ്പോയിരുന്ന ഒരു വഴിയാണ് ഇതായി കാണുന്നത്. കുറേ സ്റ്റെപ്പുകളായിട്ടുള്ള ഒരു വഴിയായിരുന്നു. ആ ഹോസ്പിറ്റലൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അത് ആ ഹോസ്പിറ്റലൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇവിടുത്തെ പള്ളിപ്പെരുന്നാളൊന്നും നമുക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. എന്താ പറയുക, മനസ്സിൽ നിന്ന് പോകാത്ത ഒരു ആഘോഷങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. ഇത് പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് കേട്ടോ. ഈ വീടൊക്കെ എത്ര വർഷം പഴക്കമുണ്ടെന്നും കൂടി നമ്മൾ ചിന്തിക്കണം. മുഴുവനും പലക കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പലകകളാണ്. ഇതിൻ്റെ കാലുകൾ കണ്ടോ. ഈ വീടിൻ്റെയൊക്കെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് ഫുള്ള് കാലുകളാണ്. മരത്തിൻ്റെ കാലിലാണ് ഈ സാധനം നിൽക്കുന്നത്. അടിയിൽ അടിച്ചിരിക്കുന്ന ഒക്കെ മരമാണ്. ഇന്നത്തെ മരമൊന്നും ഇങ്ങനെ നിൽക്കില്ല. മുഴുവൻ മരം കൊണ്ടാണ് ഇത് റൂമായിട്ട് തിരിച്ചിരിക്കുന്നതും. അതുപോലെ ഈ വീട് നിൽക്കുന്നത് തന്നെ മരത്തിൻ്റെ കാലുകളിലാണ്. ഉണ്ടോ, ഇത്രയും വലിയൊരു വീട് നിൽക്കുന്നുണ്ടോ. അടിയിൽ മുഴുവൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, മുഴുവൻ മരമാണത്. ഇതൊക്കെ അന്നത്തെ ആ ഒരു കള്ളമില്ലാത്ത നിർമ്മിതിയുടെ
ശേഷിപ്പുകളാണിതൊക്കെ. എപ്പോഴും ഒരു ചെതൽ പോലും ഇതിലൊന്നും പിടിച്ചിട്ടില്ല. ചേലക്കൊല്ലി മുസ്ലിം പള്ളി ഉണ്ടായിരുന്നൊരു സ്ഥലമായിട്ടത്. ഇത് ഈ മുസ്ലിം പള്ളിയൊക്കെ ഇവിടുന്ന് പൊളിച്ചു പോയി. മുസ്ലിം പള്ളിയൊക്കെ ഈ എസ്റ്റേറ്റുകാർക്ക് വിറ്റിട്ട് പൊളിച്ചിപ്പോൾ അവർ അവരുടെ സ്റ്റാഫിനുള്ള റൂമുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഞങ്ങൾ പണ്ട് പള്ളിയുള്ള സമയത്ത് ഒളു എടുക്കാനൊക്കെ ഇറങ്ങിയിരുന്ന ഒരു തോടാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് കേട്ടോ. അവിടെ ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ആയിട്ടൊരു ഖബറുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ എന്താക്കിയെന്ന് എനിക്കറിയില്ല. പണ്ട് ഇവിടെ ഈ പള്ളിയോട് ചേർന്നൊരു ഖബറുണ്ടായിരുന്നു. ഇവിടെ ഒറ്റൊരാളുടെ ഖബർ മാത്രം. അന്നിപ്പോൾ ഇവിടെ കാണുന്നില്ല. അതും ബ്രിട്ടീഷുകാരുണ്ടാക്കിയതായിരുന്നു. ഇവിടുത്തെ ഒരു ഇറച്ചിപ്പരയായിരുന്നത്. അവിടെയായിരുന്നു ഇറച്ചി അറവൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ കാലുകൾ മാത്രം എപ്പോഴും ബാക്കിയായിട്ട് നിൽക്കുന്നുണ്ട്. പഴയ എസ്റ്റേറ്റിൻ്റെ ചായക്കടയാണ്. അവിടെ ഇരുന്നൊരു ചായ കുടിക്കട്ടെ. പഴയ കടി എന്തെങ്കിലും കിട്ടുമോ രാജാ? പഴയ കടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ?